നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. മിഥുന മാസത്തിൽ തുലാം രാശിക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. ആദ്യമായി ഗ്രഹനില എങ്ങനെയെന്ന് പരിശോധിക്കാം. മേടത്തിൽ കുജൻ, ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ ശുക്രൻ, രവി, ബുധൻ, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ സർപ്പൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. 3, 6 ഭാവാധിപനായ ഗുരു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. ദൈവാധീനം കുറവാണ്. വ്യാഴത്തെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എങ്കിലും പണമിടപാടുകൾ നടക്കും. പക്ഷേ ലാഭമൊന്നും നീക്കി വയ്ക്കാൻ കാണത്തില്ല. പണമിടപാടുകളിൽ ചതി പറ്റരുത്. അധികാര സ്ഥാനത്ത് നിന്ന് കൂടുതൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാം. പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം. പക്ഷേ താൽക്കാലികമാണ്. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അനാവശ്യമായി തർക്കിക്കാൻ പോകരുത്. ഓഫീസ് കാര്യങ്ങൾക്കായി ദൂരയാത്ര ചെയ്യേണ്ടി വരും. പിതാവിന് ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി 9ാം ഭാവത്തിൽ ശുക്രൻ, രവി, ബുധൻ എന്നിവരാണ് നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഈ 3 ഗ്രഹങ്ങളും നല്ല ഫലങ്ങൾ തരുന്നു. പക്ഷേ രവി മധ്യമമായ ഫലമേ തരൂ. 12, 9 ഭാവാധിപനായ ബുധനും ചന്ദ്രക്കൂറിൻ്റെയും 8ാം ഭാവത്തിൻ്റെയും അധിപതിയായ ശുക്രനും 11ാം ഭാവത്തിൻ്റെ അധിപതിയായ രവിയും കൂടിയാണ് രാജയോഗം ചെയ്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. എങ്കിലും 9ലെ രവി വലിയ വരുമാനം തരുന്നില്ല. മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. യാത്രകൾ തടസ്സപ്പെടും. ഉപരിപഠനത്തിന് തടസ്സം വരാതെ സൂക്ഷിക്കണം. 9ലെ ശുക്രൻ നല്ല ഫലങ്ങൾ തരുന്നു. ആരോഗ്യം മെച്ചപ്പെടുന്നു. നല്ല ധനവരവും ആർഭാട വസ്തുക്കളും ശുക്രൻ നൽകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം ശുക്രൻ സാധിച്ചു തരും. ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും കയ്യിൽ വന്നു ചേരാനുള്ള സമയമാണ്. 9ലെ ബുധൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പണത്തിന് ക്ലേശിക്കേണ്ടി വരത്തില്ല. ഷെയർ ബിസിനസ്, റിയൽ എസ്റ്റേറ്റുകാർ എന്നിവർക്ക് നല്ല വരുമാനം ഉണ്ടാകും. പുസ്തക വ്യാപാരത്തിന് പറ്റിയ അവസരമാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിന് തടസ്സം വരികയില്ല. നല്ല വിജയം ലഭിക്കും. 7ലെ കുജൻ എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്സാഹവും ജോലിയിൽ സാമർഥ്യവും കാണിക്കും. 7ാം ഭാവാധിപൻ രാജയോഗത്തോടു കൂടിയാണ് 7ൽ നിൽക്കുന്നത്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വിജയം. കൊടുക്കൽ വാങ്ങലുകളും നന്നായിരിക്കും. പക്ഷേ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ചൊവ്വ ഒരു ക്രൂരഗ്രഹമാണ്. എത്ര രാജയോഗത്തോടു കൂടി നിന്നാലും അതിൻ്റെ ഒറിജിനൽ സ്വഭാവം കാണിക്കും. 7ലെ ചൊവ്വ അപ്രതീക്ഷിതമായി വീട്ടിൽ പൊട്ടിത്തെറികളും കലഹങ്ങളും ഉണ്ടാക്കും. കണ്ണിനെ അസുഖം വരാതെ സൂക്ഷിക്കണം. വിദേശ ഗുണമുണ്ടാകും. 6ാം ഭാവത്തിലൂടെയാണ് സർപ്പൻ സഞ്ചരിക്കുന്നത്. ഉപജയ ഭാവത്തിൽ സഞ്ചരിക്കുന്ന സർപ്പൻ നല്ല ഫലങ്ങൾ തരുന്നു. ധനവരവും സുഖവും ആത്മധൈര്യവും തരുന്നു. ഉദരരോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 4, 5 ഭാവാധിപനായ ശനി ശശമഹായോഗത്തോടു കൂടിയാണ് 5ൽ സഞ്ചരിക്കുന്നത്. ശനി ബലവാനായി നിന്നാൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാനബലത്തോടു കൂടി നിൽക്കുന്ന ശനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുകയില്ല. സന്താനങ്ങളുമായി കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും നല്ല സമയമാണ്. 5ലെ ശനി പ്രണയിക്കുന്നവർക്ക് ഒരു തടസ്സമായിരിക്കും. കേസ് വഴക്കുകൾക്ക് പോകരുത്. പൊതുവെ ശനി വളരെ ദോഷമൊന്നും നിങ്ങൾക്ക് ചെയ്യുന്നില്ല. 12ലെ കേതു പണച്ചെലവുണ്ടാക്കുന്നു. ചെറിയ ഹോസ്പിറ്റൽ ചെലവുകൾ ഉണ്ടാകാം. കടം വാങ്ങി ബിസിനസ്സിൽ മുടക്കരുത്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർ ധനപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. പൊതുവെ തുലാൻ രാശിക്കാർക്ക് മധ്യമമായ ഫലമാണ്. ദോഷപരിഹാരത്തിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.